ഈ സൈലന്റ് മോഹന്റെ സ്റ്റോറി എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാവുന്ന ഒരു സ്റ്റോറിയാണ്. പിന്നെ അതിനകത്തൊരു സിനിമാറ്റിക്കലി ഒരു പരിധിക്കപ്പുറം ഒരു ഫുൾ ലെങ്ത് സിനിമയ്ക്ക് ഉള്ള സാധനം മീൻസ് നമുക്ക് തിയേറ്റർ സിനിമ എന്ന് പറയുമ്പോൾ അതിന് ഒരു സമയം ഒരു കൺസ്ട്രെയിൻ ഉണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഒരു എക്സൈറ്റ്മെന്റ് ആയിട്ട് ഒരു സാധനം പറയാനുള്ളതുണ്ടോ എന്നൊരു സംശയം തോന്നി. വേറെ ഒന്നുമില്ല, പുള്ളിയുടെ പരിപാടിയാണെങ്കിൽ കുറെ റിപ്പറ്റീഷൻ ആണ്. പിന്നെ പോലീസ് പുള്ളിയിലോട്ട് എത്തുന്നതാണെങ്കിലും ഭയങ്കര ഒരു എക്സൈറ്റിംഗ് പരിപാടിയോ അങ്ങനെയല്ല. ഒരു സിനിമാറ്റിക് നമുക്ക് ഒരു റിയൽ സംഭവം എന്നുള്ള രീതി കേൾക്കുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് തോന്നും. ഒരു സിനിമാറ്റിക്കലി അപ്പീലിംഗ് ആണോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ വേറെ കുറച്ച് യാത്ര നടക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗോകുലത്തിൽ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ പിന്നെ കൃഷ്ണമൂർത്തി ചേട്ടൻ പുള്ളിയായിട്ടുള്ള ഒരു സംസാരത്തിലാണ് പുള്ളി ഒരു സജഷൻ പറയുന്നത്. ഈ സിനിമ കണ്ടവർക്കറിയാം, ഈ സ്റ്റാൻലി എന്ന് പറയുന്ന കഥാപാത്രത്തിന് ഒരു പ്രൊഫഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് പുള്ളി സജസ്റ്റ് ചെയ്ത്. അപ്പോൾ അന്നേരവും അങ്ങനെ അത് ഒരു കറക്റ്റായിട്ട് തോന്നിയില്ല. പക്ഷെ അത് വെച്ചിട്ടുള്ള ആലോചനയിൽ 2-3 സീക്വൻസ് മനസ്സിലോട്ട് വന്നു. അത് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അതിൻ്റെ പുറത്താണ് ഒന്ന് ഫുൾ ലെങ്ത് സിനിമയായിട്ടൊന്ന് ആലോചിച്ച് നോക്കിയാലോ എന്നുള്ള ഒരു ത്വര ഉണ്ടാകുന്നത് അത് തന്ന ഒരു പ്രചോദനത്തിൽ നിന്നാണ്. അങ്ങനെയാണ് സിനിമ ജനിക്കുന്നത് വേണമെങ്കിൽ പറയാം. ഇപ്പം ഒരു ആദ്യ സംവിധായകൻ എന്ന നിലയിൽ തന്നെ ഇപ്പൊ മമ്മൂക്ക പോലൊരു നടനെ വെച്ച സിനിമ ചെയ്യാന്ന് പറയുന്നത് പുതുമക എല്ലാ സംവിധായകരുടെ ഒരു ഡ്രീമാണ്. അപ്പം ആദ്യം ഈ കഥാപാത്രം എഴുതുന്ന സമയത്ത് പോലീസ് വേഷമായിരുന്നു മമ്മൂക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ തീരുമാനിക്കുന്നത്. മമ്മൂക്ക തന്നെയാണ് വില്ലൻ വേഷം ചെയ്യാം എന്നൊരു അഭിപ്രായം പറയുന്നത്. സോ തുടക്ക സമയത്ത് തന്നെ ആദ്യം പോലീസ് വേഷം മമ്മൂക്കയാണെങ്കിൽ വിനായകൻ തന്നെയായിരുന്നു വില്ലൻ വേഷം? അല്ലല്ല, അങ്ങനെ അല്ലായിരുന്നു. നമ്മൾ 2 പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾ എന്നുള്ള രീതിയിൽ സിനിമ ഡിസൈൻഡ് ആയിരുന്നു. അപ്പൊ ഇതുപോലെ ഈ ഒരു കഥാപാത്രം മമ്മൂക്കയിലോട്ട് അങ്ങനെ ഒരു ധൈര്യം അങ്ങനെയല്ല, അങ്ങനെ ഒരു തോട്ട് നമുക്ക് വരുന്നില്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ മമ്മൂക്കയിലോട്ട് എങ്ങനെയാലും എത്തണം എന്നൊരു ഇതുണ്ടായിരുന്നു. ആദ്യത്തെ സിനിമയിനൊക്കെ പുറത്ത് ഈ സബ്ജക്റ്റിൽ എന്തോ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പോൾ അതേ കോൺഫിഡൻസ് അദ്ദേഹത്തിനും തോന്നിയാൽ ചിലപ്പം അദ്ദേഹവും അങ്ങനെ വരാമെന്നുള്ള ഒരു ഇതിന്റെ പുറത്ത് അങ്ങനെ ഒരു തോന്നലുണ്ടായിരുന്നു. അപ്പം എനിക്കുള്ള കണക്ഷൻസ് വെച്ച് അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പം വിവേക് രാമദേവൻ എന്നൊരു എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസർ ഉണ്ട്. പുള്ളി ത്രൂ നമ്മൾ CV സാരഥി ചേട്ടനൊക്കെ അങ്ങനെ പൃഥ്വിരാജിലോട്ടാണ് ആദ്യം എത്തിയത്. അപ്പം പുള്ളിക്കും അത് വർക്കായി. പുള്ളിയും മമ്മൂക്കയിലോട്ട് തന്നെ നമ്മൾ പറയാതെ തന്നെ മമ്മൂക്കയും കൂടെ ഉണ്ടെങ്കിൽ രസമുള്ള ഒരു പ്രോജക്റ്റ് ആവുമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് മമ്മൂക്കയിലോട്ട് എത്തുന്നത്. പിന്നെ എന്താ സംഭവിച്ചതെന്ന് പറഞ്ഞാൽ സബ്ജക്റ്റ് ഏകദേശം അദ്ദേഹത്തിന് അറിയാം, ചെയ്യാമെന്നുള്ള ഒരു താല്പര്യം പ്രകടിപ്പിച്ചു. അദ്ദേഹത്തിന്റെ ഒരു ഡേറ്റ് അവൈലബിലിറ്റിക്ക് അനുസരിച്ച് പ്രോജക്റ്റ് ഓണായ സമയമായപ്പം പൃഥ്വി അവൈലബിൾ അല്ലാതായി. അപ്പോൾ അങ്ങനെ രണ്ടാമത് ഇത് ഷൂട്ട് തുടങ്ങാനായിട്ടുള്ള ഒരു പ്രോസസ്സ്, അല്ലെങ്കിൽ അത് ഒഫീഷ്യലി ഓൺ ആകുന്നു എന്നൊരു ഘട്ടത്തിൽ ആണ് മമ്മൂക്ക പെട്ടെന്ന് ഇങ്ങനെ ഒരു സജഷൻ പറയുന്നത്. അപ്പൊ പെട്ടെന്ന് നമുക്ക് അത്രയും കാലം നമ്മുടെ മൈൻഡിലുണ്ടായിരുന്ന കൺസെപ്റ്റ് അതെ അന്നേരം അത് വർക്കാവും അങ്ങനെ എന്നൊരു. പക്ഷെ പിന്നെ ഒന്ന് ആലോചിച്ചപ്പം തന്നെ മനസ്സിലായത് ഇതാണ് ഇതിൻ്റെ ഒരു പരിപാടി, ഇത് വേറൊരു പരിപാടി വരുമല്ലോ സാർ, ഇത് ഒന്ന് ചെയ്ത് കഴിഞ്ഞാൽ എന്നൊരു ഇത് മനസ്സിലോട്ട് കയറി. പിന്നെ നമ്മളിരുന്ന് ഒന്ന് റീറൈറ്റ് ചെയ്ത് സെറ്റ് ചെയ്ത് ഇപ്പം കാണുന്ന ഒരു അവസ്ഥയിലോട്ടാക്കി. ഇപ്പൊ വിനായകനായാലും മമ്മൂക്കയായാലും നമ്മൾ കാണാത്തൊരു ക്യാരക്ടർ നമുക്ക് അത് ഡയറക്ടറായാലും റൈറ്ററിനായാലും ഇത് എങ്ങനെയായിരിക്കും വരിക എന്നൊരു ഡൗട്ട് ഉണ്ടാവല്ലോ. അപ്പൊ ക്യാരക്ടേഴ്സിലൊരു മാറ്റങ്ങൾ സ്ക്രിപ്റ്റിൽ വരുന്ന സമയത്ത് എങ്ങനെയായിരിക്കണം ഈ 2 കഥാപാത്രങ്ങൾ വരണ്ടേ എന്നതിൽ ഭയങ്കര സട്ടിൽ ആയിട്ടാണ് രണ്ടുപേരും പെർഫോം ചെയ്യുന്നത്. അപ്പൊ അതിൽ എന്തൊക്കെ എപ്പോഴും കണ്ടുവരുന്ന ഒരു ക്രൈം ത്രില്ലറിൽ നിന്ന് മാറി എന്തൊക്കെ വരണം എന്നൊരു മനസ്സിലൊരു പ്ലാൻ ഉണ്ടായിരുന്നു. ഇതിപ്പം ക്രൈം ത്രില്ലർ ജോണറിനോടൊപ്പം തന്നെ ക്രൈം ഡ്രാമ എന്നൊരു ജോണറും കൂടെ മിക്സ് ചെയ്ത് പോകാവുന്ന ഒരു തീരുമാനത്തിലാണ് ഇത് പോയത്. കാരണം ഇപ്പം പ്ലെയിൻ ത്രില്ലർ പരിപാടിക്ക് അത് ഒരുപാട് സാധനങ്ങൾ വന്ന് അപ്പം അതിനകത്ത് ഒരു നമ്മൾ പുതുമകൾ സൃഷ്ടിക്കാനായിട്ട് കുറച്ച് വെല്ലുവിളിയുള്ള ഒരു മേഖലയാണ് ഈ ക്രൈം ത്രില്ലർ ആണെങ്കിലും ക്രൈം ഡ്രാമയൊക്കെ ആണെങ്കിൽ പോലും. അപ്പം അങ്ങനെയാണ് ഈ 2 ജോണറും കൂടെ മിക്സ് ചെയ്ത് ഒന്ന് ട്രൈ ചെയ്യാവുന്ന അങ്ങനെ വർക്ക് ചെയ്തതാണ്. അപ്പോൾ പിന്നെ മമ്മൂക്ക ചെയ്താൽ എങ്ങനെയായിരിക്കും എന്നുള്ളതിനുള്ള നമ്മുടെ മനസ്സിൽ തോന്നുന്ന രീതിയിലാണ് അതിനെ ഡെവലപ്പ് ചെയ്തതും പിന്നെ റീറൈറ്റ് പരിപാടിയൊക്കെ ചെയ്തത്. വിനായകൻ ചേട്ടനാണെങ്കിലും ഇതുവരെ ചെയ്തിട്ടുള്ളതിന് കുറച്ച് മാറിയുള്ള ഒരു പരിപാടിയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതിലങ്ങനെ ഒരു എന്തോ ഒരു ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. നമ്മൾ അദ്ദേഹവുമായിട്ടുള്ള ചർച്ചകളിൽ നിന്നും അദ്ദേഹത്തിന് അത് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെന്ന് മനസ്സിലായിരുന്നു. പിന്നെ വന്ന് ചെയ്ത് ആദ്യത്തെ ഒരു 1-2 ദിവസം കൊണ്ട് തന്നെ അത് സെറ്റായി, പിന്നെ അങ്ങ് പോയി. ഇപ്പൊ മമ്മൂക്ക ഈ ക്യാരക്ടർ ഭയങ്കര എൻജോയ് ചെയ്ത് ചെയ്യുന്നത് ഇപ്പൊ പലപ്പോഴും പ്രൊമോഷന് വരുമ്പോഴും ആയാലും അദ്ദേഹം പറയുമ്പോൾ അതിൽ പല സീനുകളും മമ്മൂക്കയുടെ കയ്യിലിട്ട് ഒരുപാട് ഇംപ്രൂവ്മെന്റ്സ് പുള്ളി ഇൻപുട്ട് ചെയ്ത് ഒരുപാടുണ്ട്. മീൻസ് പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഈ ക്യാരക്ടർ ചെയ്തോണ്ടിരുന്നത്. അദ്ദേഹത്തിന് അങ്ങനെ ഒരു പിന്നെ ഇതുപോലത്തെ ഒരു ഓറയുള്ള ഒരു ക്യാരക്ടറാണ് ചെയ്യുന്നതെന്നോ ഒരു പിന്നെ പ്രോട്ടോകോണിസ്റ്റ് സ്വഭാവം ഇല്ലാത്തൊരു സാധനമാണ്. അങ്ങനെ ഒരു പിന്നെ ടെൻഷനോ സമ്മർദ്ദമോ അങ്ങനെയൊന്നുമില്ല. പുള്ളി ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് പുള്ളിക്ക് ഒരുപാട് പെർഫോം ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം ചെയ്യുന്നതിൻ്റെ ഒരു ഇമോഷൻ നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ ഷോട്ട് മീൻസ് ഓരോ പർട്ടിക്കുലർ സീൻസും ചെയ്യുന്നതിന് മുമ്പ്
അതെങ്ങനെ അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ ബെറ്റർ ആക്കാം എന്നുള്ള ഒരു കൃത്യമായ ആലോചനകൾ നടത്തിയിട്ടാണ് വരുന്നത്. അത് നമുക്ക് മനസ്സിലാകുമായിരുന്നു. ഇപ്പൊ ഈ സിഗരറ്റ് പിന്നെ ചവയ്ക്കുന്നതാണെങ്കിലും അത് ഇങ്ങനെ റോൾ ചെയ്ത് പോകുന്നതും, പിന്നെ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ, പിന്നെ മറ്റേ കണ്ണാടിയുടെ പരിപാടികളും, അങ്ങനെ കുറെ സാധനങ്ങൾ, മൈന്യൂട്ടായിട്ടുള്ള കുറെ സാധനങ്ങൾ പുള്ളി തന്നുകൊണ്ടേയിരുന്നു. അത് നമുക്കും ഭയങ്കര എക്സൈറ്റിംഗ് ആയിരുന്നു ആ ഒരു രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ. ഇപ്പം മമ്മൂക്കയുടെ കാമുകിമാരോടത്തൊക്കെ ഇപ്പൊ ചില സ്ഥലത്ത് ഭയങ്കര മെച്ചുവേർഡ് ആയിട്ട് ചെയ്യും, ചിലത്ത് ഭയങ്കര സങ്കടം ആയിരിക്കും, പല വേരിയേഷനിലാണ് പെർഫോം ചെയ്യുന്നത്. അപ്പം മമ്മൂക്ക ഇതൊക്കെ ചെയ്യുമ്പോൾ മമ്മൂക്കിന്റെ ഒരു ഇൻപുട്ട് ഉണ്ടായിരുന്നോ? അത് നമ്മള് പിന്നെ എഴുത്തിൽ അത് ഏതാണ്ട് ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ആ ഒരു പ്രോസസ്സ് മൊത്തത്തിൽ വേറൊരു പാറ്റേണിലാണ് കാണിച്ചിരിക്കുന്നത്. ഓരോ ആൾക്കാരെ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്ത് അത് ആ ഒരു എൻ്റയർ പ്രോസസ്സിനെ പല വ്യക്തികളിലൂടെയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പം ഈ പല വ്യക്തികളും പല ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്, പല മാനസികാവസ്ഥ ഉള്ളവരാണ്. അതൊക്കെ ഡിസൈൻ ചെയ്ത് വെച്ചിരുന്നു. അതിൽ നിന്നുകൊണ്ട് തന്നെ അദ്ദേഹം കുറച്ചും കൂടെ അദ്ദേഹത്തിന് മാത്രം പറ്റുന്ന കുറെ പരിപാടികൾ ഇട്ടിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഒരു പൊതുവായിട്ടുള്ള ഒരു ക്യാരക്ടർ പിടിക്കുകയും ചെയ്തിട്ടുണ്ട്. കാരണം എപ്പോഴും അദ്ദേഹം വളരെ അപൂർവം ചില സീൻസിലൊഴികെ ബാക്കി കാണുന്ന എല്ലാ കഥാപാത്രങ്ങളോടും അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കഥാപാത്രമാണ്. സ്വന്തം ഐഡന്റിറ്റിയെ ഒരിടത്തും റിവീൽ ചെയ്യാൻ നിർവാഹമില്ലാതെ ഒരു കോൺ ആർട്ടിസ്റ്റായിട്ടാണ് അദ്ദേഹം ഈ സിനിമയിൽ ത്രൂ ഔട്ട് കാണിക്കുന്നത്. സ്വന്തം കുടുംബത്തിലാണെങ്കിലും മറ്റ് പ്രൊഫഷനിലാണെങ്കിലും അല്ലെങ്കിൽ ഈ പറയുന്ന കണ്ടുപിടുന്ന സ്ത്രീകൾ എല്ലായിടത്തും പുള്ളി ഒരു കോൺ ആർട്ടിസ്റ്റ് ആയിട്ടാണ് പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ രണ്ട് സംഗതികളുടെയും കൂടെ ഒരു കൾമിനേറ്റീവ് പരിപാടിയാണ് ചെയ്തത്. അത് ഭയങ്കര വന്നിട്ടുണ്ട് തിയേറ്ററില്. ഇപ്പൊ തിരുവനന്തപുരം സ്ലാങ് ആണ് സംസാരിക്കുന്നത്. തമിഴ്നാട് തിരുവനന്തപുരം ബോർഡർ അങ്ങനെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണോ തിരുവനന്തപുരം തന്നെ സ്ലാങ് സംസാരിക്കാം? അതെ അങ്ങനെയായിരുന്നു. നമ്മൾക്ക് പ്രത്യേകിച്ച് തിരുവനന്തപുരം തമിഴ്നാട് ബോർഡറിന് ഒരു പ്രത്യേകത ഉണ്ട്. അവിടെ ഒരു ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ വെസ്റ്റേൺ ഗട്ട്സിന്റെ എൻഡാണ്. വെസ്റ്റേൺ ഗട്ട്സ് കഴിഞ്ഞിട്ട് പിന്നെ പ്ലെയിൻ ആണ്. പ്ലെയിൻ എന്ന് പറഞ്ഞാൽ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒന്ന് മാറി അവിടെ ഈ പിന്നെ പരസ്പരം ഇടകലർന്നാണ് വരുന്നത്. അവിടെ ഈ ഗട്ട്സിന്റെ ഈ ഒരു സെപ്പറേഷൻ ഇല്ല. അതുകൊണ്ട് തന്നെ കൾച്ചറും ഭയങ്കരമായിട്ട് മിക്സ് ആണ്. അപ്പൊ ഭാഷയിലും ആ ഒരു സംഗതി ഉണ്ട്. രണ്ട് ഭാഷയും കൈകാര്യം ചെയ്യുന്ന ആൾക്കാരുണ്ട്. പിന്നെ അവിടെ ചില ഏരിയയിൽ നമുക്ക് സംസാരിക്കുമ്പോൾ ഇതൊരു മലയാളമാണോ തമിഴാണോ പറയുന്നത് മനസ്സിലാകാത്ത അങ്ങനെ സംസാരിക്കുന്നവരുണ്ട്. അപ്പോൾ പിന്നെ ആ പ്രദേശത്തിന്റെ ഒരു ഭൂമിയും അവിടുത്തെ ഒരു ജോഗ്രഫിയും അധികം മലയാള സിനിമയിൽ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പ്രത്യേകിച്ച് പിന്നെ നാഗർകോവിൽ, കന്യാകുമാരി ഭാഗത്ത് അങ്ങനെ കുറെ സ്ഥലം. അപ്പൊ അതെല്ലാം കൊണ്ടാണ് അവിടെ അങ്ങനെ പ്ലേസ് ചെയ്തത്. ഇപ്പൊ വിനായകൻ ഈ സിനിമയിൽ പോകുന്ന ഒരു വണ്ടി, അതായത് പോലീസ് വാഹനങ്ങൾ എപ്പോഴും കണ്ട് വരാത്ത തരത്തിലൊരു വാഹനമാണ്. സോ അതിന്റെ എങ്ങനെയായിരുന്നു, അതിലൊരു ഡീറ്റെയിലിംഗ് എങ്ങനെയായിരുന്നു? അതിന് പിന്നെ അദ്ദേഹം എന്നെ ഒരു പോലീസ് ഓഫീസറാണ്, എന്നാൽ പ്രത്യക്ഷത്തിൽ പോലീസ് ഓഫീസർ ആണെന്ന് പുറത്ത് പറയാൻ പറ്റാത്ത അല്ലെങ്കിൽ പറയാത്ത രീതിയിലുള്ള ഒരു ക്യാരക്ടറൈസേഷനാണ്. അപ്പോൾ ആ വണ്ടിക്കും പിന്നെ മമ്മൂക്കയുടെ ഒരു വണ്ടിയുണ്ട്, ഈ വിനായകൻ ചേട്ടൻ്റെ ക്യാരക്ടറിനും അതിന് രണ്ടിനും അവരുടെ ക്യാരക്ടറിനോട് മെർജ് ചെയ്ത് നിൽക്കുന്ന ഒരു ക്യാരക്ടറൈസേഷൻ വേണം എന്നൊരു തോട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് കുറേ ഡിസ്കഷൻസും ചർച്ചകളും നടത്തിയിട്ടാണ് അത് സെറ്റ് ചെയ്തിരിക്കുന്നത്. പ്രത്യേകിച്ച് ആ രണ്ട് വണ്ടിയുടെ കളറും അങ്ങനെ ഡിസൈൻ ചെയ്ത് വെച്ചതാണ്. അപ്പം അത് മെർജായി എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് 2010 കാലഘട്ടമാണ്. അപ്പൊ അതിൽ കോസ്റ്റ്യൂമും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ അതിൽ എത്രത്തോളം ഈ രീതിയിൽ തന്നെ വേണമെന്നൊരു നിർബന്ധം ഉണ്ടായിരുന്നു. പിന്നെ പ്രത്യേകിച്ച് ഒരുപാട് സ്ത്രീ ക്യാരക്ടേഴ്സും പിന്നെ മമ്മൂക്കയുടെ ക്യാരക്ടറിന് ഒരു പെക്യൂലിയറിറ്റി ഉണ്ട്. അത് എന്തായാലും കോസ്റ്റ്യൂംസിൽ ഒന്നേ പറ്റത്തുള്ളൂ. ഈ സ്ത്രീ ക്യാരക്ടേഴ്സിനാണെങ്കിൽ ഇത്രയും നമ്പർ ഓഫ് ആൾക്കാരുണ്ട്. അതിന് ഓരോന്നിനും ചെറുതായിട്ട് വന്നു പോകുന്നവരോട്ട് കുറച്ച് കൂടുതൽ നേരമുള്ളവരുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു ഐഡന്റിറ്റി കോസ്റ്റ്യൂമിൽ വരുത്തിയേ പറ്റത്തുള്ളൂ. അപ്പം പിന്നെ മമ്മൂക്കയുടെ പേഴ്സണൽ കോസ്റ്റ്യൂം ചെയ്യുന്ന അബിയാണ്. പുള്ളി ഈ സബ്ജക്റ്റ് അറിഞ്ഞപ്പോൾ പുള്ളിക്ക് തന്നെ മൊത്തം ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായെന്ന് പറഞ്ഞു. അങ്ങനെ പുള്ളി അവിടെ സ്ഥലങ്ങളിലൊക്കെ കുറേ ട്രാവൽ ചെയ്ത് കുറേ റെഫറൻസ് ഒക്കെ എടുത്താണ് സെറ്റ് ചെയ്തത്. അത് ഭയങ്കര നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഈ സിനിമയിൽ ഒരുപാട് സ്ത്രീ കഥാപാത്രം ഉണ്ട്. അപ്പം ഇവരെ കാസ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അവരെങ്ങനെ കൺവിൻസ് ചെയ്തു? ചിലപ്പോൾ ചെറുതും വലുതുമായിട്ടുള്ള റോളുകൾ ഉണ്ടാവാം. സോ ഈ ആർട്ടിസ്റ്റുകളൊക്കെ എങ്ങനെയാണ് കൺവിൻസ്? അത് പിന്നെ ഞാൻ വിചാരിച്ച പോലെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. കുറെ പേർക്ക് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം മമ്മൂക്കൂടെ അഭിനയിക്കുന്നു. പിന്നെ നമുക്ക് പ്രധാനപ്പെട്ട നായികമാർ കുറച്ചുപേർ അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ അവരെ അപ്രോച്ച് ചെയ്തപ്പോഴും ആദ്യമേ ഇതാണ് കഥ, ഇതാണ് സിറ്റുവേഷൻ പറയുന്നിടത്ത് എല്ലാവരും എക്സൈറ്റഡ് ആയിട്ട് തന്നെയാണ് വന്നത്. ആർക്കും അങ്ങനെ ഒരു ബുദ്ധിമുട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. കഥാപാത്രവും സീനും പറഞ്ഞു കഴിഞ്ഞപ്പം എല്ലാവരും വളരെ താല്പര്യത്തോടു കൂടി തന്നെ വരികയും ചെയ്ത് നന്നായിട്ട് പെർഫോം ചെയ്യുകയും ചെയ്തു. കാരണം 2-3 പേര് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണല്ലോ. തുടക്കത്തിലുള്ളതും പിന്നെ രജിഷയുടെ ക്യാരക്ടർ, ഇതൊക്കെ പ്രധാനപ്പെട്ട അവർ നന്നായിട്ട് തന്നെ ചെയ്യുകയും ചെയ്തു.
ഇപ്പം സിനിമയുടെ അവസാനം നത്ത് പരുന്തുന്നുണ്ട് 2 പക്ഷികളെ കാണിക്കുന്നുണ്ട്. അപ്പം അത് ഈ 2 വിനായകൻ മമ്മൂക്ക എന്ന കഥാപാത്രത്തിനെ നമുക്ക് തോന്നിപ്പിക്കും ഇതാണ്. ആ തിരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? അല്ല, പരുന്തില്ല, അത് പിന്നെ അത് വന്നതെന്ന് പറഞ്ഞാൽ ഇപ്പം നത്തിന്റെ കേസിൽ പിന്നെ നമ്മൾ കുറച്ച് റിയൽ ലൈഫ് പോലീസ് ഉദ്യോഗസ്ഥരുടെ ക്യാരക്ടറൈസേഷൻസ് എടുത്തായിരുന്നു നമുക്ക് റെഫറൻസ്. അപ്പൊ അങ്ങനെ പിന്നെ അപ്പൊ ആ സ്ഥലങ്ങളിലൊക്കെ മിക്കവാറും പോലീസ് ഓഫീസേഴ്സ് അറിയപ്പെടുന്നത് അവരുടെ ഇരട്ടപ്പേരുകൾ ഒരുപാട് പോലീസ് ഓഫീസർ. അങ്ങനെ ഒരു ജിഷ്ണുമായിട്ട് സംസാരിക്കുമ്പോൾ ഒരു ഇരട്ടപ്പേര് അങ്ങനെ പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസം ഞാനത് ഓർത്തെടുത്ത് തെറ്റിച്ചായിരുന്നു. പിന്നെ അവൻ കൊഞ്ചം എന്നോണ് പറഞ്ഞത്, പക്ഷെ എൻ്റെ മൈൻഡിൽ പിന്നെ രജിസ്റ്റർ ആയ നത്തെന്നാണ്. അപ്പൊ അങ്ങനെ നത്തെന്നിട്ടാലോ എന്ന് ഞാനിങ്ങനെ ആലോചിച്ചപ്പോഴത്തേനും നത്ത് എന്താണ് എനിക്ക് പെട്ടെന്ന് നത്ത് എന്താണെന്ന് പിടികിട്ടിയില്ല. അപ്പൊ പിന്നെ തപ്പി നോക്കിയപ്പോഴാണ് നത്തെന്ന് പറഞ്ഞാൽ ഇന്ന പക്ഷിയാണെന്ന് മനസ്സിലായത്. അപ്പം അതിന് ഒരു കണക്ഷനും ഒരു ബാക്ക് സ്റ്റോറിയും ആ പക്ഷിക്ക് ഒരു ക്യാരക്ടറൈസേഷൻ ഉണ്ട്. അത് തന്നെ ഇതിലോട്ട് ഈ കഥാപാത്രത്തിന് എടുത്തു കൊടുത്തു. അങ്ങനെയാണ് അത് സംഭവിക്കുന്നത്.